ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തായി എല്ലാവരുടെയും പഠിത്തം? നമ്മളിപ്പോൾ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ്, സപ്ലൈകോ, സെയിൽസ്മാൻ തുടങ്ങിയ 10th മെയിൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഇപ്പോൾ മുമ്പിൽ കണ്ട് പഠിക്കാനിരിക്കുന്നത്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി. നമ്മൾ പഠിക്കാൻ ഇമ്പോർട്ടൻ്റായി നമ്മൾ കാണുന്നത് 10th മെയിൻസിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെയാണ്. അതിനിടയിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിലോട്ട് വരുന്നുണ്ട്. അതായത് ഇനി ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്, KS വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് എക്സാം മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും, ഏത് പഠിക്കണം? ഇതും 10th മെയിൻസും ഡിഗ്രി ലെവൽ പ്രിലിംസും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല, എൻ്റെ ഒരു ലെവൽ വെച്ച് എനിക്ക് ഇതാണോ പഠിക്കേണ്ടത്? 10th മെയിൻസ് ആണോ? അല്ല, ഡിഗ്രി ലെവൽ എക്സാം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഇടയിലൂടെയായിരിക്കും നമ്മളിപ്പോൾ പോകുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ലെവൽ ഒരുപോലെയല്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കുറേ വീഡിയോകളായിട്ട് വരുന്നുണ്ട്. കുറേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കുറേ ഓഫറുകൾ അവർ തരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ വിചാരിക്കും, ഡിഗ്രി ലെവൽ എക്സാം നമുക്കൊന്ന് പഠിച്ചു നോക്കാം, അത് അറ്റൻഡ് ചെയ്താൽ എനിക്ക് നല്ല റാങ്ക് കിട്ടിയാലോ, ഞാൻ നല്ല പൊസിഷനിലേക്ക് പോയാലോ. സ്വാഭാവികം, എല്ലാവരും ചിന്തിക്കുന്ന ചിന്തകളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ നിലവാരം അളന്നു നോക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനമാണ്. ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ ഇന്നത് പഠിക്കണോ, മറ്റേ എക്സാമിന് പഠിക്കണോ, ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ താഴെ ലെവലിൽ നിന്ന് തുടങ്ങി പോകുന്നത്. ഉദാഹരണമായി നമ്മളിപ്പം 10th മെയിൻസിനാണ്, നമ്മൾ 10th പ്രിലിംസ് എഴുതി അത്യാവശ്യം മാർക്കുള്ള ഒരു വ്യക്തി. ഇനി നമ്മുടെ മുമ്പിൽ 10th മെയിൻസാണ് ഉള്ളത്. അപ്പം 10th മെയിൻസിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഉറപ്പായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് റീസെൻ്റ് നടന്ന ഒരു മെയിൻസ് എക്സാമിൻ്റെ 10th മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക. ഒരു എബോ 75 മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്ര മാർക്ക് കിട്ടുന്നില്ല, ഒരു ആവറേജ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അഥവാ ആവറേജിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ, എബോ ആവറേജ് മാർക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ 10th മെയിൻസിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ 10th പ്രിലിംസ് നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. പ്രിലിംസിൻ്റെ കുറച്ചും കൂടി വൈഡായ ഏരിയയും കുറച്ചും കൂടി കൂടുതൽ പോർഷൻസുമാണ് 10th മെയിൻസിന് വരുന്നത്. അപ്പം അത് നമുക്ക് കുറച്ചും കൂടി മെനക്കെട്ടാൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഡിഗ്രി പ്രിലിംസിന് പഠിക്കാൻ പോയാൽ അവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് 10th മെയിൻസിനേക്കാളും ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. 3 ടയർ എക്സാമാണ്, ഇൻ്റർവ്യൂ ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ നമ്മുടെ കയ്യിൽ 10th മെയിൻസ് എന്ന എക്സാം സേഫായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകും. പലരും കുറേ ഓഫറും കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് അസിസ്റ്റൻ്റ് എക്സാം അല്ലെങ്കിൽ KS തുടങ്ങിയവയുടെ പിറകെ പോകുമ്പം ഇവിടെ 10th മെയിൻസ് എക്സാം മറന്നു പോകുന്നു. നമ്മൾ ആദ്യം താഴെ നിന്ന് ചവിട്ടി കയറാൻ നോക്കുക. മേലെ ഉള്ളത് ചവിട്ടി പിടിക്കാൻ നോക്കിയാൽ ഒറ്റയടിക്ക് അത് സാധ്യമാകില്ല. അതുകൊണ്ട് എല്ലാവരും നിലവിൽ 10th മെയിൻസ് അവരവരുടെ സ്റ്റാൻഡേർഡ് ആദ്യം മനസ്സിലാക്കി വേണം കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ നീ നല്ല അറിവും നല്ല ജ്ഞാനവും ഒക്കെ ഉള്ള ഒരാൾ പോയിട്ട് 10th മെയിൻസിന് പഠിക്കാനിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായും 10th മെയിൻസും ഡിഗ്രി ലെവലും KSഉം ഒക്കെ പഠിക്കാനെടുക്കാം. അന്നേരം ഒന്നുകൂടി ആലോചിക്കുക, KSന് കുറച്ച് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഏതാണോ നമുക്ക് നന്നായി പഠിച്ചെടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അവരവർക്ക് ഏത് പറ്റും എന്ന് സ്വയം മനസ്സിലാക്കി, അത് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല.
അപ്പം നമ്മുടെ നിലവാരം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കി നിലവാരം മനസ്സിലാക്കി ഞാൻ ഏത് ലെവൽ എക്സാമിന് തയ്യാറെടുക്കണമെന്ന് സ്വയം വിലയിരുത്തി പഠിക്കാനിരിക്കുക. അതാണ് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത്. ഡിഗ്രി പ്രിലിംസ് ആയാലും 10th മെയിൻസ് ആയാലും ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നന്നായി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കുക, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുക. ഇനി ഈ ജോലി കിട്ടിയാലേ എനിക്ക് മുമ്പോട്ടൊരു ജീവിതമുള്ളൂ എന്ന് കണ്ട് തന്നെ പഠിക്കാനിരിക്കുക. എല്ലാവരും നല്ല ലിസ്റ്റിൽ തന്നെ എത്തിച്ചേരും.